പോവുകയാണ്. സുനിൽ, സമ്മർദ്ദം അതിന്റെ പരകോടിയിലാണ്. ലീഗ് ഇന്ന് യോഗം ചേർന്നിരുന്നു. ലീഗ് നിർണായകമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ലീഗിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. ഘടകകക്ഷികൾക്കെല്ലാം വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. ഷിബു ബേബി ജോൺ പച്ചയ്ക്ക് പറഞ്ഞു, നാടൻ ഭാഷയിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന രീതിയിൽ വരെ ഷിബു ബേബി ജോണിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പോൾ ആ രീതിയിൽ വലിയ സമ്മർദ്ദത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളതും. ഒരു തീരുമാനം അത് ഇന്ന് തന്നെ വന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇനി മുന്നോട്ടുണ്ടാക്കാൻ പോകുന്നതും. വിനിഷ, ഇതിൽ രസകരമായ ഒരു കാര്യം, പ്രഖ്യാപനത്തിന് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1-2 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഈ 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ്. നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച കണ്ടു. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നു. KC വേണുഗോപാൽ പക്ഷം നേതാക്കളാവട്ടെ, അവരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ എല്ലാ തരത്തിലും 3 നേതാക്കൾക്കും പൂർണ്ണമായ ആത്മവിശ്വാസം സമ്മാനിക്കുന്ന ആ സൂപ്പർ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നത് വളരെ കൗതുകമുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം അവസാനം ഈ ക്ലൈമാക്സ്, ഈ പ്രഖ്യാപനത്തിൻ്റെ അവസാനം ആര് ചിരിക്കും ആര് കരയുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം ഒരു നേതാവിൻ്റെ കയ്യിലുമില്ല. എന്താണ് ഹൈക്കമാൻഡ് കണ്ടുവച്ചിട്ടുള്ള ആ ഫോർമുല, എന്താണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ള ആ ഉത്തരം എന്നത് ഇപ്പോഴും ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ് അണികളുമൊക്കെ ഉള്ളത്. നേരത്തെ വിനിഷ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എല്ലാ ഘടകകക്ഷികളും ഏതാണ്ട് എല്ലാവരും തന്നെ VD സതീശൻ എന്ന ഒറ്റ പേരാണ് പറഞ്ഞത്. നമുക്കറിയാം അത് ലീഗ് അക്കാര്യത്തിൽ വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തുന്ന സാഹചര്യമുണ്ടായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതേ നിലപാട് സ്വീകരിക്കുന്നു. RSP അവസാന നിമിഷമാണ് ആരായാലും കുഴപ്പമില്ലെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും അവരുടെ മനസ്സിൽ ജയിച്ചു വന്നൊരു MLA എന്ന നിലയ്ക്ക്, UDF-നെ നയിച്ചു വന്നൊരു ഒരാളെന്ന നിലയ്ക്ക് VD സതീശൻ്റെ തന്നെ പേരാണുള്ളത്. ഒപ്പം ഷിബു ബേബി ജോണും അവരുടെ ഒക്കെ നിലപാട് സമാനമായൊരു നിലപാട് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒറ്റക്കക്ഷികളടക്കമുള്ള ഒറ്റ MLA-മാർ മാത്രമുള്ള കക്ഷികളടക്കമുള്ള ആ ഘടകകക്ഷികളടക്കം എല്ലാവരും VD സതീശനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, പരസ്യമായി പറയുന്നു ചില ഘടകകക്ഷികൾ. അങ്ങനെ സജീവമായി ഘടകകക്ഷികളുടെ ഒരു പിന്തുണ സ്വാഭാവികമായും VD സതീശനാണ്. ഇതൊരു ഒറ്റക്കക്ഷി മന്ത്രിസഭയല്ല, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അധികാരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഘടകകക്ഷികളുടെ നിലപാടിനെ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് എങ്ങനെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ പക്ഷം അത്ര വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു 2 ബൈ-ഇലക്ഷനെ കോൺഗ്രസ് നേരിട്ടാൽ അതിൻ്റെ ജനം നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന ഉത്കണ്ഠയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ VD സതീശൻ പക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്, ഒപ്പം ജനപിന്തുണയുമുണ്ട്. മറുഭാഗത്താവട്ടെ KC വേണുഗോപാലിനെ സംബന്ധിച്ച് പരമ്പരാഗതമായി ചെയ്തു വരുന്ന കോൺഗ്രസിൻ്റെ ഒരു ശൈലിയുണ്ട്, രീതിയുണ്ട്. അത് ഭൂരിപക്ഷം MLA-മാരും ആരെയാണോ പിന്താങ്ങുന്നത് അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അത് ആന്ധ്രയിലും അടക്കം തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ആ ജനവികാരത്തിനനുസരിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന തരത്തിലേക്ക് ഒരു തീരുമാനമുണ്ടായാൽ അത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതൊരു പാഠമാകും, അല്ലെങ്കിൽ അതേപോലെ ഉള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിൽ MLA-മാർ ഭൂരിപക്ഷം ആർക്കാണോ അവരെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് KC ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും KC-യിലേക്ക് ആ നറുക്ക് ചെല്ലും. മാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ ഒരു വലിയ പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ നിർണായകമായ തീരുമാനങ്ങളിൽ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ഉപദേശം തേടിയിരുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് KC വേണുഗോപാലിന് വലിയ പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയിലേക്ക് എത്തിയാൽ, ചെന്നിത്തലയെ സംബന്ധിച്ച് ഈ VD KC പോര് ഇങ്ങനെ ശക്തമാകുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയ്ക്ക് ഇനി പിന്നീട് പറയേണ്ട ഒരു പേര്, പാർട്ടിയിലെ തന്നെ ഏറ്റവും സീനിയറായ, കേരളത്തിലെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ പേരാണ്. പലവട്ടം മുഖ്യമന്ത്രി പദമടക്കം കയ്യിൽ നിന്ന് വഴുതിപ്പോയൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ അവസാന ഘട്ടത്തിലും അദ്ദേഹവും വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അണികളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ അല്പസമയം മുമ്പ് കാണുകയും ചെയ്തു.
എന്തായാലും ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പുറത്തേക്ക് വന്നിട്ടില്ല എന്നതാണ്. അതായത് ആര് അതൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു രഹസ്യമായി ഇപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് സൂക്ഷിക്കുന്നു എന്നതാണ്.